ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രേയയാണ് എല്ലാത്തിനും പിറകിൽ കളിച്ചതെന്ന് മനസ്സിലാക്കിയ അരവിന്ദ് ശ്രേയയോട് വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ പറയുകയാണ്. അതോടുകൂടി ശ്രേയ പിന്നെ അടുത്ത നമ്പർ എടുക്കുകയാണ്. ശ്രേയ ആരും അറിയാതെ ചാരുവിൻ്റെ ബാഗിൽ ശ്രേയയുടെ ഫോണ് കൊണ്ടുവച്ചിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവർക്കും മുന്നിൽ വെച്ച് ചാരുവിൻ്റെ ബാഗ് പരിശോധിച്ച് ശ്രേയ അതിൽ നിന്നും ശ്രേയയുടെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന അരവിന്ദും ഹേമയും വിശ്വസിച്ച് പോവാട്ടോ. അതോടുകൂടി ആരു ശ്രേയയോട് പറയുകയാണ്, ഈ തെറ്റ് ഞാനല്ല ചെയ്തത്, നീയാണ് എൻ്റെ ബാഗിൽ ആരും കാണാതെ എൻ്റെ ബാഗിൽ കൊണ്ടുവച്ചിട്ട് നിൻ്റെ ഫോണ് കൊണ്ടുവച്ചിട്ട് എൻ്റെ മേൽ പഴിചാരാൻ നോക്കുന്നു. നീ ഒരു പെരുങ്കള്ളിയാണ്, നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ശ്രേയ പറയണ, ആരാടി പെരുങ്കള്ളി? നീ തന്നെയാണ് ഇത് ചെയ്തിട്ട് എൻ്റെ മേൽ കുറ്റം ഇടാൻ നോക്കുന്നു. എൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് നിന്നോട് സംസാരിക്കാൻ പോലും പാടില്ല. എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ ഭാര്യ, ഒരു ബിൽ കളക്ടറിൻ്റെ ഭാര്യ. അതോടുകൂടി ചാരു പറയുകയാണ്, ഞാൻ ബിൽ കളക്ടറിൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ്, എനിക്ക് അതിൽ അഭിമാനമുള്ളൂ. പക്ഷേ നീ ഇപ്പോൾ ഞാൻ ചെയ്യാത്ത കുറ്റി എൻ്റെ തലയിൽ ഇടാൻ നോക്കിയാലുണ്ടല്ലോ, അത് ഞാൻ കണ്ടോണ്ട് നിൽക്കില്ല. എന്ത് ചെയ്യുമടി? ഈ ഫോണിൽ നിന്ന് ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിച്ചാലേ അടുത്ത നിമിഷം തന്നെ നീ ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കും. എന്താ ഞാനത് ചെയ്ത് കാണിക്കണോ? അപ്പോൾ ആകാശ് പറയണം, നീ അത് ചെയ്യ്, എന്നിട്ട് പോലീസ് വന്ന് നിൻ്റെ ഫോൺ എങ്ങനെയാണ് ഞങ്ങളുടെ ബാഗിൽ വന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് പോലീസ് തന്നെ ചെയ്തോളൂ. ആണോ നിൻ്റെ ഫോണ് ചാരുവിൻ്റെ ബാഗിൽ വെച്ചത്, അതോ ചാരു തന്നെയാണോ എന്ന് പോലീസ് കണ്ടുപിടിച്ചോളും. എന്താ നിനക്ക് മനസ്സിലായില്ലേ? നീ തന്നെയാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ പോലീസ് വന്നാലും അത് തന്നെയാണ് തെളിയിക്കാനും പോകുന്നത്. അതോടുകൂടി ശ്രേയ ഒന്നങ്ങ് പതറുകയാണ്. ശ്രേയ പറയാണ്, അല്ല ഞാൻ തന്നെ ചാരുവിൻ്റെ ബാഗിൽ എൻ്റെ ഫോണ് കൊണ്ടുവച്ചു എന്നോ? അതെങ്ങനെ സാധിക്കും? ഞാനതിന് നിങ്ങളുടെ റൂമിലേക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ അടുത്ത് പോലും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഫോണ് ചാരുവിൻ്റെ ബാഗിൽ ഞാൻ വെക്കുന്നത്? നീയല്ലേ പറഞ്ഞത് തെളിവ് സഹിതം കാണിച്ചു തരാൻ. ഇപ്പം ഞാൻ തെളിവ് സഹിതം കാണിച്ചു തന്നില്ലേ, ഇനിയിപ്പോൾ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ശ്രേയ ചോദിച്ചതോടുകൂടി ആകാശിനും ചാരുവിനും ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഹേമ പറയാണ്, ഇവരിനി എന്ത് ചെയ്യാനാണ്? ഇവർക്ക് തെളിവ് സഹിതം നീ കാണിച്ചു കൊടുത്താലും ഇവർക്ക് നാണവും മാനവും ഇല്ലാത്തവരാണ്. ഈ നിൽക്കുന്ന ചാരുവിന് ഇനി എന്ത് ചെയ്യാനാവും? ഇവൾക്ക് ഇനി കൂടിപ്പോയാൽ ഉത്തരത്തിൽ ഒരു മുഴം കയറിൽ തൂങ്ങിച്ചാവാനാണ് കഴിയൂ. പക്ഷേ അവൾ അതും ചെയ്യില്ല, കാരണം ഇവൾക്ക് നാണവും മാനവും ഇല്ലാത്തവളാണ്. അത് കേട്ടപ്പോൾ ബാലൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, ഇനി നീ ചാരുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ വായിൽ നാവുണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നതിലാണോ നിങ്ങൾക്ക് തെറ്റുള്ളത്? നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ പൊന്നു എല്ലാ തെറ്റുകളും ഇവളാണ് ചെയ്തത് എന്ന് തെളിയിച്ച് കാണിച്ചല്ലോ. ഇനി എന്താണ് ഇവളെ ഇനി ന്യായീകരിക്കാനുള്ളത്? അപ്പോൾ ചാരു പറയണേ, എൻ്റെ ബാഗിൽ നിന്നും ശ്രേയയുടെ ഫോണ് കിട്ടി എന്ന് കരുതി അത് ഞാനാണ് വെച്ചത് എന്ന് നിങ്ങൾ ആരും അങ്ങനെ സ്ഥാപിക്കാനൊന്നും നോക്കണ്ട. ഞാൻ വെച്ചതിന് ഒന്നല്ലെങ്കിൽ സാക്ഷിയും തെളിവും വേണം. അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഫോൺ ആരാണ് വെച്ചത് അവർ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചിട്ടുള്ളത്. കേട്ടപ്പോൾ ഹേമക്കങ്ങ് ദേഷ്യം പിടിക്കണേ, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ടടി, ഒക്കെ ഇവനെ പറഞ്ഞാൽ മതി. നിൻ്റെ ഒക്കെ വാക്കും കേട്ട് എൻ്റെ പൊന്നുവിനോട് ദേഷ്യപ്പെട്ട് ഇവനെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്കൊന്ന് ചിന്തിച്ചൂടെ? നീയും പൊന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടില്ല, അത് കണ്ണുകടിയായിരിക്കുമെന്ന് നീ എന്താടാ അരവിന്ദ് ചിന്തിക്കാതിരുന്നത്? നീ എന്തിനാണ് വെറുതെ പൊന്നുവിനെ സംശയിച്ചത്? നീ എന്തെല്ലാമാണ് പൊന്നുവിനെ പറഞ്ഞത്? അതുകൊണ്ട് നീ അവളോട് മാപ്പ് പറയും. നീ പറഞ്ഞതിനെല്ലാം അവളോട് ക്ഷമ ചോദിക്കും. അത് കേട്ടപ്പോൾ പെട്ടെന്ന് അരവിന്ദ് ഹേമയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദിന് ശ്രേയയോട് മാപ്പ് പറയാൻ ഒരു ചെറിയ മടിയോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ശ്രേയ പറയാണ്, എന്നോട് ആരും മാപ്പൊന്നും പറയണ്ട, എന്നോട് ആരും മാപ്പ് ചോദിക്കുകയും വേണ്ട. എൻ്റെ മനസ്സിലേക്ക് തട്ടിയ മുറിവ് അത് അത്ര പെട്ടെന്നൊന്നും മാറില്ല. അപ്പോൾ ഹേമ പറയാണ്, എൻ്റെ മോൻ ചെയ്ത തെറ്റിന് പൊന്നു ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. നീ അങ്ങനെ ഒന്നും പറയരുത് ശ്രേയ, കാരണം എൻ്റെ മോന് തെറ്റും ശരിയും തിരിച്ചറിയാൻ ഇപ്പോഴും കഴിയില്ല. വെളുത്തതെല്ലാം പാലാണെന്ന് വിചാരിച്ച് നടക്കുന്നവനാണ്. അതുകൊണ്ട് അവന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കും. അതുകൊണ്ടാണ് മോളോട് അവൻ ദേഷ്യപ്പെട്ടത്. അതൊന്നും മനസ്സിൽ വെക്കില്ലേ മോൾ, അതൊക്കെ മറന്നേക്ക്. അത് കേട്ടതോടെ ശ്രേയ പറയണ, അതെ ആൻറ്റി, ഞാൻ മറക്കുക തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്നു എന്നുള്ള കാര്യം തന്നെ ഞാൻ മറക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുകയൊക്കെ ചെയ്യും, അത് സാധാരണ പതിവാണ്. പക്ഷേ
അതൊരു സംശയത്തിൻ്റെ പേരിലായാൽ അത് ശരിയാവില്ല. അത് ജീവിതകാലം മുഴുവനും അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നത് പോലെയാവും. അതുകൊണ്ട് അരവിന്ദ് നേരത്തെ ചോദിച്ചില്ലേ ഡിവോഴ്സ് നോട്ടീസ്, അത് ഞാൻ എത്രയും പെട്ടെന്ന് അയച്ചു തരാം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും പറഞ്ഞ് ശ്രേയ പടിയിറങ്ങുകയാണ് കേട്ടോ. അതോടുകൂടി ഹേമ പൊന്നു നീ പോവരുത് എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട് പുറകെ ചെല്ലാണ്. അപ്പോൾ അരവിന്ദാണെങ്കിൽ ഇതിലോട് കൂടിയാണ് നിൽക്കുന്നത്. എന്ത് പറയണം, ശ്രേയയെ തടയണോ അതോ ശ്രേയ പറയുന്നത് വിശ്വസിക്കണോ എന്നൊന്നും മനസ്സിലാവാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അരവിന്ദ് നീ അവളെ തിരികെ വിളിക്ക് എന്ന് ഹേമ പറയട്ടെ. അപ്പോഴൊന്നും അരവിന്ദ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രേയയുടെ പുറകെ ഓടി ചെല്ലുകയാണ് ഹേമ. എന്നിട്ട് പൊന്നു നീ പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദ് അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ശ്രേയ പോകുന്നത് കാണുമ്പോൾ അരവിന്ദിന് തടയാനും കഴിയുന്നില്ല, എന്നാൽ ശ്രേയ പോകുന്നത് സഹിക്കാനും കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ആകാശ് പറയാണ് അരവിന്ദ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നീ ടെൻഷൻ ആവാതിരിക്കുക എന്ന് പറയട്ടെ. അപ്പോഴൊന്നും അരവിന്ദ് ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഹേമ പുറകെ ചെന്ന് ശ്രേയോട് പറയുകയാണ് ശ്രേയ നീ പോവരുത് മോളെ, പൊന്നു നീ പോവരുത്, അവനൊരു പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ ആൻറ്റി പറഞ്ഞത് കേട്ടത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത്. ഞാൻ എന്തിനാണ് ചെയ്യാത്ത കുറ്റത്തിന് വെറുതെ അപമാനം സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ പോവുക തന്നെയാണ് ആൻറ്റി. അപ്പോൾ ഹേമ പറയണ മോളെ നീ ഒന്ന് മനസ്സിലാക്ക്, നിനക്ക് അറിയാവുന്നതല്ലേ അരവിന്ദിൻ്റെ സ്വഭാവം, ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അവൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കണ്ണും പൂട്ടി വിശ്വസിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവൻ ചിന്തിക്കില്ല. അവനൊരു പാവമാണ്, നീ ഒന്ന് മനസ്സിലാക്ക്. അവൻ അറിയാതെ എന്തൊക്കെയോ നിന്നെ പറഞ്ഞു പോയതാണ്, നീ അത് ക്ഷമിച്ചേക്കും മോളെ, നീ പോവല്ലേ എന്ന് പറയുമ്പോൾ ശ്രേയ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നാളെ ഇനിയിപ്പോൾ ആകാശവും ചാരുവും എന്തെങ്കിലും എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുത്താൽ അതും വിശ്വസിക്കും അരവിന്ദ്. എന്നിട്ട് എന്നെ വെറുതെ സംശയിക്കും. എന്നെ സംശയിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ആൻറ്റി. അപ്പോൾ വീണ്ടും ഹേമ യാചിച്ചുകൊണ്ട് ശ്രേയോട് പോവരുത് എന്ന് പറയുമ്പോൾ ശ്രേയ പറയണേ ഇല്ല ആൻറ്റി എന്ത് പറഞ്ഞാലും ശരി, ഇനി ഞാൻ അരവിന്ദിനെ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, എന്നോട് ക്ഷമിക്കണം ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രേയ കാറെടുത്തോണ്ട് പോവുകയാണ്. അതോടുകൂടി ഹേമയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് ചാരുവിനോടും ആകാശിനോടും. എന്നിട്ട് കലി തുള്ളി ഹേമ അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയം ആകാശും ചാരുവും അരവിന്ദനോട് പറയുകയാണ് ഞങ്ങളെ വിശ്വസിക്ക്, ഇതെല്ലാം ശ്രേയ ചെയ്യുന്ന ചതിയാണ്, ഞങ്ങളല്ല ഇതിൻ്റെ പിറകിൽ, അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അരവിന്ദ് പറയാണ് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വിശ്വാസമാണ്, പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മനസാക്ഷി തൊട്ട് നിങ്ങൾ സത്യം പറയണം, എങ്ങനെയാണ് ചാരുവിൻ്റെ ബാഗിലേക്ക് ശ്രേയയുടെ ഫോൺ എത്തിയത്? ചാരു പറയണ ഞങ്ങൾക്കറിയില്ല, ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ശ്രേയ ചെയ്ത ചതിയായിരിക്കും. അപ്പോൾ ബാലൻ ചോദിക്കുന്ന അല്ല നിങ്ങൾ രണ്ടു കൂട്ടരും രണ്ട് വഴിക്കല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെയാണ് ചാരുവിൻ്റെ ബാഗിൽ അവളുടെ ഫോൺ എത്തിയത്? അപ്പോൾ ചാരു പറയണ ഇതൊക്കെ മനസ്സിലാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടായിരിക്കും ശ്രേയ ഇങ്ങനെയൊക്കെ ചെയ്തത്, എങ്ങനെയാണ് ഞങ്ങളുടെ ബാഗിൽ ശ്രേയയുടെ ഫോൺ എത്തിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല, ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുക അരവിന്ദട്ട, ഇത് എങ്ങനെയാണ് വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഹേമ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് വരികയാണ് മതിയടി നിൻ്റെ നാടകം, എൻ്റെ പൊന്നു പറഞ്ഞത് തന്നെയാണ് സത്യം, ഇവരുടെ ജീവിതം നശിച്ചു കാണാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും നടക്കുന്നത്, ഇവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇവരുടെ ശാന്തി മുഹൂർത്തം നടക്കാതിരിക്കാനൊക്കെ നീ ഓരോന്ന് പ്ലാൻ ചെയ്തത്, നിങ്ങൾ എന്തിനാണ് അവിടേക്ക് പോയത് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർ സന്തോഷത്തോടു കൂടി ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, നിൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ എൻ്റെ മോൻ താലി കെട്ടിയതിൻ്റെ അസൂയയാണ് നിനക്ക്, അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ സന്തോഷിക്കരുത് എന്ന് കരുതിയാണ് നീ ഇപ്പോൾ ഇവരുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹേമ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ആകാശിനോട് പറയണേ നീ ഭാര്യയുടെ വാക്കും കേട്ട് ഇവളുടെ പിറകെ തുള്ളി നടക്കുന്ന നീയൊക്കെ ഒരു ആണാണോടാ, നിൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ നീയൊന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ ചാരു പറയാണ് ശ്രേയ എന്തെങ്കിലും പറയുന്നത് കേട്ട് വെറുതെ എന്തിനാണ് അമ്മായി വെറുതെ അമ്മായിയുടെ സ്വന്തം മകനെ ശപിക്കുന്നത്, അവൾ പറയുന്നത് വിശ്വസിച്ച് കണ്ണും പൂട്ടി എന്താണ് സത്യാവസ്ഥ എന്ന് പോലും ചിന്തിക്കാതെ അമ്മായി എന്തിനാണ് ശ്രേയ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്നത്? മതിയടി നിൻ്റെ അഭിനയം, എനിക്ക് എൻ്റെ പൊന്നു പറയുന്നത് വിശ്വാസം തന്നെയാണ് എൻ്റെ മോൻ്റെ ജീവിതം തകർത്തത്, ഈ തുണിക്കച്ചവടക്കാരി ഈ വീട്ടിലേക്ക് വന്നു കയറി അന്നു മുതൽ തുടങ്ങിയതാണ് ഈ വീടിൻ്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് ഹേമ വല്ലാതെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻ
പറയാണ്, എൻ്റെ ചാരു എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നത്? നീ ഇപ്പോൾ ശ്രേയ പറയുന്നതൊക്കെ അങ്ങ് വിശ്വസിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ ചാരു ഒരിക്കലും ഒരാളുടെ ജീവിതം തകരുന്നത് കണ്ട് ആസ്വദിക്കുന്നവളും സന്തോഷിക്കുന്നവളും ഒന്നുമല്ല. നീ പറഞ്ഞ ആ ശ്രേയ, അവൾ അത് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നിട്ട് കുറ്റം മുഴുവനും എൻ്റെ ചാരുവിൻ്റെ തലയിൽ ഇടാൻ നോക്കുന്നു. എന്നിട്ട് ബാലൻ ചാരുവിനോടും ആകാശിനോടും പറയുകയാണ്, ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ, വെറുതെ എന്തിനാണ് ഇവരോടൊപ്പം അവിടേക്ക് പോവാൻ നിന്നത്? അപ്പോൾ നീ പറഞ്ഞു അരവിന്ദേട്ടൻ പാവമാണ്, ശ്രേയയോടൊപ്പമുള്ള ജീവിതം അരവിന്ദേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ശ്രേയ അതിനൊരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനും ആകാശേട്ടനും കൂടി അവിടേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങിയത്? അപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതാണ്, വേണ്ട, അവരെങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ, അവർ ഒരുമിക്കുകയോ ഒരുമിക്കാതിരിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ വെറുതെ അവിടേക്ക് പോവാൻ നിൽക്കണ്ട എന്നൊക്കെ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാണ്. ഇപ്പോൾ നിനക്ക് ഇവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ? ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ ചാരുമോളെ? അപ്പോൾ ഹേമ പറയാണ്, നിങ്ങൾ വെറുതെ ഇവളെ വെള്ളപൂശാനൊന്നും നിൽക്കണ്ട. ഇവർ രണ്ടുപേരും എന്തിനാണ് എൻ്റെ പൊന്നുവും അരവിന്ദും പോയ അതേ റിസോർട്ടിലേക്ക് പോയത്? എന്തിനാണ് അവിടെ തന്നെ ഇവർ റൂം എടുത്ത് താമസിച്ചത്? എന്നിട്ട് ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണെന്നും ശാന്തി മുഹൂർത്തം നടത്താൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കില്ല. ഒരു കള്ളം 1000 തവണ പറഞ്ഞാലൊന്നും അത് സത്യമാവില്ല. ഞങ്ങളോട് അങ്ങനെയുള്ള കള്ളത്തരം ഇറക്കിയിട്ട് അത് സത്യമാണെന്ന് പറഞ്ഞു വരത്താനേ നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട. ഞങ്ങളാരും പൊട്ടികളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഹേമ വല്ലാതെ ചാരുവിനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തം നടത്താനല്ല ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയിട്ടുള്ളത്, അവരുടെ ശാന്തി മുഹൂർത്തം നടത്താനായിരിക്കും. എന്നിട്ട് എൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൻ്റെ മുന്നേ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചാരുവിനെ വല്ലാതെ മോശമാക്കി ഹേമ സംസാരിക്കുകയാണ്. അങ്ങനെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചാരുവിന് വല്ലാത്ത വിഷമം വരികയാണ് കേട്ടോ. എന്നിട്ട് ചാരു കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ആകാശ് പറയണ, അമ്മയുടെ വായിൽ നാവില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്? ചാരു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അമ്മയോട് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ നിൻ്റെ പണി നോക്കടാ എന്ന് പറഞ്ഞ് ആകാശിനെയും ചീത്ത പറഞ്ഞ് ഹേമ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ ചാരുവിൻ്റെ അടുത്തേക്ക് ആകാശ് ചെല്ലുകയാണ്. ചാരു കരഞ്ഞോട് പോകുന്നത് കാണുമ്പോൾ അപ്പോഴേക്ക് അരവിന്ദ്, ഞാൻ അബദ്ധം കാണിച്ചോ? ഇവർ തന്നെയാണോ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി കളിച്ചത്? ഞാൻ വെറുതെ ശ്രേയ മേഡത്തിനെ തെറ്റിദ്ധരിച്ചതാണോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ശ്രേയ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അമ്മ ചോദിക്കുകയാണ്, നീ എന്താ തനിച്ച് വന്നത്? എവിടെ അരവിന്ദ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്ന് ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുകയാണ് കേട്ടോ. നീ എന്താ ശ്രേയ ചോദിച്ചതിനുള്ള മറുപടി പറയാതെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശ്രേയ അമ്മയോട് എല്ലാ കാര്യങ്ങളും വിശദമായി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അമ്മയെ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഇനി അമ്മയും മോനും കൂടി ഇവിടേക്ക് ഓടി പിടിച്ചു വരുന്നത് കണ്ടോ എൻ്റെ കാല് പിടിക്കാൻ വേണ്ടി. ബാലമാഷിൻ്റെ വീട്ടിൽ നല്ലൊരു പൊട്ടിത്തെറി തന്നെ ഇനി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രേയയും അമ്മയും സന്തോഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.